والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിലെ 155-ാമത്തെ ആയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ചില ആളുകൾ ഒരു പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം പ്രത്യേകിച്ച് ഖുർആൻ പരീക്ഷയുടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ സിലബസിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു വിഷയമാണ്. ആ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പ തുദ്രികുന ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ അതുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരമില്ലാത്ത ആളുകൾ ചെയ്തതിന്റെ പേരിൽ ഞങ്ങളത് നശിപ്പിക്കുകയാണോ, ഞങ്ങളെ മൊത്തത്തിൽ നശിപ്പിക്കുകയാണോ എന്നൊരു പരാമർശം. ഞാൻ ഈ സംഭവം നിങ്ങളുടെ ആമുഖമായി പറയാനുള്ള കാരണം, ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്ന അക്രമങ്ങൾ, അനീതികൾ, കൊള്ളരുതായ്മകൾ, അത് ആ പ്രവർത്തിച്ച ആളുകളെ മാത്രമല്ല ബാധിക്കുക, മറിച്ച് സമൂഹത്തെ മൊത്തത്തിൽ അതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കുമെന്നുള്ളതാണ്. അത് ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലുമുള്ള വർത്തമാന കാലഘട്ടത്തെ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ചില ആളുകളുടെ മോശമായ പ്രവർത്തനങ്ങളുടെ പരിണിതിയായിക്കൊണ്ടായിരിക്കും പല ബുദ്ധിമുട്ടുകളും സമൂഹത്തെ ബാധിക്കുന്നത്. അത് വരുമ്പോൾ, ആ ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ അടുക്കേണ്ടുന്ന ശിക്ഷയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ബാധിക്കുന്ന അല്ലാഹുവിന്റെ അടുത്ത് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന മറ്റ് പ്രയാസങ്ങളായിരിക്കാം. അതും ഒരർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ടി വരുന്നത് നമ്മിൽ തന്നെയുള്ള ചില ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ആയത്ത്, ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആയത്തിന്റെ പൂർണ്ണമായ രൂപം അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സംഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക സാഹചര്യം അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഇന്ന് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിക്കാഹ്, ലവി തുടങ്ങിയ പല പേരുകളിലായി അറിയപ്പെടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ. ഇതിനെ വൈകാരികമായും മറ്റുമൊക്കെ വിലയിരുത്തുന്ന ഒരുപാട് ചർച്ചകൾ
നമ്മുടെ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ, അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെയായി ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന ഒരു പ്രശ്നം, ഏത് വിഷയങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോഴും അതിന്റെ യഥാർത്ഥ വശത്തിലൂടെ നോക്കിക്കാണാനും അതിനെ വിലയിരുത്താനും ശ്രമിക്കാതെ പോകുന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്ക് സംഭവിക്കുന്ന ഒരു പരാജയത്തിന്റെ കാരണം. ഉദാഹരണമായിട്ട് ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് ഏതോ ഒരു ഭാഗത്ത് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്, വെള്ളം ലീക്കാകുന്നുണ്ട്, ഉള്ളിലേക്ക് കെട്ടിടത്തിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ ഇത് നിർമ്മിച്ച അതിന്റെ കോൺട്രാക്ടറായ എഞ്ചിനീയർ, അയാളോട് സ്വാഭാവികമായും നമ്മൾ പരാതി പറയും, നമ്മൾ വാർത്തത് ശരിയായിട്ടില്ല, എവിടെയൊക്കെയോ വെള്ളം ലീക്കായി വരുന്നുണ്ട്. അപ്പൊ അയാളുടെ അടുക്കലുണ്ടായ ഒരു വീഴ്ചയാണ് എന്ന് സമ്മതിക്കാതെ, യഥാർത്ഥ കാരണം എന്താണ് എന്ന് അയാൾ ബോധ്യപ്പെടുത്താതെ, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കാണാതെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എഞ്ചിനീയർ, ആ എഞ്ചിനീയറുടെ സഹായം കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. കാരണം അയാള് യഥാർത്ഥ കുറവ്, വീഴ്ച, പോരായ്മ എന്താണ് എന്ന് കണ്ടെത്തിയാൽ തന്നെ അത് പറയാനും സമ്മതിക്കാനും അതിനുള്ള പരിഹാരം കാണാനും അയാൾ ശ്രമിക്കാത്തിടത്തോളം കാലം ആ ചോർച്ച അത് അവിടെ അങ്ങനെ തന്നെ നിലകൊള്ളും. ഞാൻ പറയുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്നിടത്തുള്ള നമ്മുടെ സമീപനമാണത്. യഥാർത്ഥത്തിൽ എന്താണ് കാരണം, യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം, എവിടെയാണ് പരാജയം സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ആലോചനക്കപ്പുറം ഉപരിപ്ലവകരമായ ചില ചർച്ചകളും ചില പരിഹാരങ്ങളുമൊക്കെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ സ്വീകരിക്കാറുള്ള നിലപാടുകൾ. എന്നാൽ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണാൻ ശ്രമിക്കുകയും ആ ഒരു കാഴ്ചപ്പാടിലൂടെ വിഷയങ്ങളെ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇതിലൊക്കെ നമുക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ നിലക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നിജാതാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമാണ് സൗദി അറേബ്യയും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും, അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും. അവർക്കൊക്കെ സ്വതന്ത്ര രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടേതായ നിയമവും അവരുടേതായ ഭരണവും അവരുടേതായ നിലപാടുകളും ഒക്കെ അവരുടേതാണ്. അപ്പൊ ആ നിലക്ക് ഈ രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയും ഈ രാജ്യത്തിന്റെ സുരക്ഷയും അവരുടേതായ നിലപാടിലൂടെ അവർ ഭദ്രമാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് ശരിയും തെറ്റുമുണ്ടാകാം. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകളിൽ ശരിയും തെറ്റുമുണ്ടായിരിക്കാം. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും കാണേണ്ടത് ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലക്ക്, ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യം എന്ന നിലക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങളെ അത് അവരുടെ തീരുമാനമാണ് എന്നും അതിൽ ഇടപെടാനോ അതല്ലെങ്കിൽ അതിൽ മാറ്റത്തിരുത്തുകൾ ആവശ്യപ്പെടാനോ അയൽ രാജ്യങ്ങൾക്ക് പോലും അവകാശമില്ല. അയൽ രാജ്യങ്ങൾക്ക് പോലും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇടപെടാനും അത് മാറ്റിമറിക്കാനും അതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒന്നും അയൽ രാജ്യങ്ങൾക്ക് പോലും അവകാശമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ അറിഞ്ഞേ മതിയാകൂ, അംഗീകരിച്ചേ മതിയാകൂ. അത് ഏത് രാജ്യമാണെങ്കിലും, ഈ രാജ്യമാകട്ടെ, നമ്മുടെ ഇന്ത്യ ആകട്ടെ, ലോകത്തുള്ള ഏത് രാജ്യങ്ങളാകട്ടെ, അവരെടുക്കുന്ന അത്തരം തീരുമാനങ്ങളെ അവരുടെ തീരുമാനങ്ങളാണ് എന്ന നിലക്ക് നമ്മളത് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. ആ തീരുമാനത്തെ അംഗീകരിച്ച് അതിനോട് സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കുക. ഇല്ല എങ്കിൽ ആ രാജ്യം വിട്ട് പോവുക എന്നുള്ളതേ നമുക്ക് നിർവാഹമുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആരെന്ത് പറഞ്ഞാലും അതാണ് വസ്തുത. നമുക്ക് ആ നിയമങ്ങളെ അംഗീകരിച്ച് നിൽക്കാൻ സാധിക്കുമെങ്കിൽ
പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടായിക്കോളണമെന്നില്ല. നമ്മുടെ നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറാണ് എങ്കിൽ നമ്മൾ അത് നിൽക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ആ രാജ്യം വിട്ടു പോവുക എന്നുള്ളതാണ് ആ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോ ഈ നിദാഖാത്ത് എന്ന് പറയുന്ന വിഷയം 2 മാസങ്ങൾക്ക് മുമ്പോ 2 ആഴ്ചകൾക്ക് മുമ്പോ തുടങ്ങിയ ഒരു വിഷയമല്ല, നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുമല്ല. കൃത്യമായി പറഞ്ഞാൽ 2009 ജൂലൈ 27 ഇവിടുത്തെ മന്ത്രിസഭ അംഗീകരിച്ച 2009 ജൂലൈ 27 ഇവിടുത്തെ മന്ത്രിസഭ അംഗീകരിക്കുകയും ഇവിടുത്തെ രാജാവ് 260 നമ്പർ ഓർഡർ പ്രകാരം 5/8/1430 രാജപ്രഖ്യാപനമായി, രാജാവിന്റെ പ്രഖ്യാപനമായി, രാജകൽപ്പനയായി പുറപ്പെടുവിച്ചതുമായ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ നിദാഖാത്ത് എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പോ 2 മാസങ്ങൾക്ക് മുമ്പോ നമ്മൾ ഇവിടുത്തെ രാജ്യം പ്രഖ്യാപിച്ച കാര്യമല്ല. അന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ അവർ ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന നിയമങ്ങളെ കുറിച്ചുള്ള ഇത് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ഇത് എങ്കിൽ തന്നെയും ഇതില് നമുക്ക് നമ്മുടേതായ ചില വസ്തുതകൾ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, അറിയാറുണ്ട്. ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളും ഒക്കെ പടച്ചുവിടുന്ന ഒരുപാട് ഊഹാപോഹങ്ങളും ഒരുപാട് പ്രചരണങ്ങളും ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബോധ്യപ്പെടുത്താമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു വിഷയം നിദാഖാത്ത് എന്ന് പറയുന്ന ആ പദ്ധതി, അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഭ്യന്തര സമാധാന സുരക്ഷയും അല്ലെങ്കിൽ ഇവിടുത്തെ അമ്നി എന്ന് പറയുന്ന സുരക്ഷ എന്ന് പറയുന്ന ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ചില അസമാധാനവും ചില അപകടകരമായ അവസ്ഥയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാജ്യം നടപ്പിലാക്കി വരുന്ന ചില വിഷയങ്ങളാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും, നമ്മളത് അംഗീകരിച്ചേ മതിയാകും. നമ്മളതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാനോ സാധിക്കുകയില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിൽ ഇടപെടാൻ ശ്രമിച്ചാൽ തന്നെ അതിന് ചില പരിധികളും ചില പരിമിതികളും ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ ആളുകൾ ജോലി അന്വേഷിച്ച് വരാൻ തുടങ്ങിയത് ഏതാണ്ട് 1970 മുതൽക്കുള്ള ഒരു കാലഘട്ടത്തിലാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ ഗൾഫ് രാജ്യം. ഇന്ന് വിദ്യാസമ്പന്നരായ ഒട്ടേറെ ആളുകൾ ഈ രാജ്യത്ത് ബിരുദാനന്തര ബിരുദവും നേടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതല്ല. നമ്മൾ അത്തരം ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവരൊക്കെ ജോലിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമോ, ഇവിടെ അത് കൂട്ടിപ്പോകില്ലേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഭരണ നേതൃത്വം ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ല. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഗുണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ നമ്മൾ ആ വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്ന്, പ്രധാനമായും ഇവര് ചിന്തിക്കുന്നത് ഈ രാജ്യത്ത് വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരായ ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത്, തൊഴിൽ കൊടുക്കുക എന്ന് മാത്രമല്ല തൊഴിലെടുപ്പിക്കുക എന്നുള്ളതും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള മാർഗങ്ങൾ അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയം. അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അത് പരാജയപ്പെടുന്നുണ്ടോ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർ ചർച്ച ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവര് ചില നിയമങ്ങൾ എടുക്കുന്നു. അതാണ് നമ്മൾ ഈ കാണുന്ന നിസാഖാത്തിന്റെ ഒരു ഭാഗം. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല യഥാർത്ഥത്തിൽ. ഞാൻ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാൾ വലിയ മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ മറ്റ് കുറ്റാന്വേഷണ ഡിപ്പാർട്ട്മെന്റുകളിലുമൊക്കെ വരുന്ന കേസുകൾ, അതിൽ ഇവർ നടത്തിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്. 60% കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് തൊഴിലില്ലാതെ ഇരിക്കുന്ന വിദേശികളുടെ കൂട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്വദേശികളായ ആളുകളുടെ ആ വിഷയമല്ല. വിദേശികളായ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് 60% ആളുകളും തൊഴിൽ രഹിതരായ അതുപോലത്തെ നിയമലംഘിതരായി ഇവിടെ താമസിക്കുന്ന തൊഴിൽ രഹിതരായ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിൽ രഹിതരായ അല്ലെങ്കിൽ നിയമലംഘിതരായി ഇവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളത്, അവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നുള്ളത്, അവരെ ഇവിടെ നിന്ന് കയറ്റി അയക്കുക എന്നുള്ളത് തീർച്ചയായും ന്യായമായ ഒരു വിഷയം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ നോക്കൂ, വ്യക്തിപരമായി തന്നെ ഈ വക പഠന റിപ്പോർട്ടുകളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ഏതാണ്ട് 10-20 വർഷക്കാലമായി കോടതിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇത്തരം കേസുകൾക്ക് വേണ്ടി പരിഭാഷകർ എന്ന നിലക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. ഇവിടെ കല്ല് പ്രധാനമായും നമ്മുടെ ആളുകൾ ഏർപ്പെടുന്ന ഒരു വിഷയം മദ്യ നിർമ്മാണവും അതിന്റെ കച്ചവടവും അതുപോലെ തന്നെ മദ്യപാനവുമാണ്. ഇപ്പോഴും ഗുജറാൻ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിദേശികളായ ആളുകളുടെ കൂട്ടത്തിൽ 80% ആളുകളും മദ്യവുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിക്കപ്പെട്ടവരാണ്. ഈ 80% ആളുകളിൽ ഒരു 70% ആളുകളും നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അതിൽ ചില ആളുകൾ ഫ്രീ വിസയ്ക്ക് വന്ന ആളുകളുണ്ട്, ചില ആളുകൾ കഫീലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയ ആളുകളാണ്. അപ്പൊ കഫീലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയ ആളുകൾക്ക് സ്വാഭാവികമായും പുറത്ത് ജോലി ചെയ്യാൻ പ്രയാസമുണ്ടാകും. അപ്പൊ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗമാണ് ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പോയി മദ്യമുണ്ടാക്കി അത് മറ്റ് ചില ആളുകളിലൂടെ വിൽപ്പന നടത്തിക്കൊണ്ട് ജീവിക്കുക. വളരെ പെട്ടെന്ന് നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിലായി അവരെ കാണുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ആളുകൾ നിയമലംഘകരായി ഇവിടെ താമസിക്കുന്ന ആളുകൾ മദ്യനിർമ്മാണത്തിൽ ഏർപ്പെടുകയും അത് വിൽപ്പന നടത്തുകയും അങ്ങനെ ഈ സമൂഹത്തെ മൊത്തത്തിൽ കള്ളുകുടിയന്മാരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല ഈ കള്ളു കുടിക്കുന്നത്, മേടിക്കുന്ന ആളുകൾ സൗദി പൗരന്മാരായ ആളുകളുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഈ മദ്യനിർമ്മാണം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ഇവർക്ക് അറിയില്ലായിരുന്നു. വിദേശത്തു നിന്ന് വരുന്ന മദ്യങ്ങൾ മേടിച്ച് മദ്യപാന്മാരായ ആളുകൾ കുടിക്കുകയോ അല്ലെങ്കിൽ അവർ വിദേശത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കുടിക്കുകയോ ചെയ്യുക എന്ന അത് വില കൂടിയ ഒരു അവസ്ഥയായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരുപാട് പരിശോധനകളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് വിദേശ മദ്യം ഇവിടേക്ക് എത്തിപ്പെട്ടാൽ തന്നെ അത് മേടിക്കാനും ഒരുപാട് പൈസ വേണ്ടി വരുമായിരുന്നു. അത് ലഭ്യമാകും തന്നെ വളരെ വിരളമായിരുന്നു. ഇന്നതല്ല, ഇങ്ങനെ വ്യാജമായി മദ്യം നിർമ്മിക്കുകയും അത് വിതരണം ചെയ്യുകയും സുലഭമായി കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ മദ്യപാന്മാർ ഇവിടെ വർദ്ധിച്ചു വന്നു. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് നിയമലംഘകരായ ആളുകളുടെ അവരുള്ളത് കൊണ്ടാണ് എന്ന് ഇവർ മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളെ ഇവിടെ നിന്ന് കയറ്റിയേക്കാനുള്ള നിയമ നടപടികൾ എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ കാര്യം സൂചിപ്പിച്ചത്. ചില ആളുകൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നല്ലവരായി നിയമലംഘകരായി ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും
മാന്യമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അധ്വാനിച്ച് ജോലി ചെയ്ത് വളരെ ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച് അവർ നിയമലംഘകരാണെങ്കിൽ തന്നെയും, ഇവിടുത്തെ സ്പോൺസറുടെ കീഴിലല്ല ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ്. പക്ഷെ അങ്ങനെ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെ മാന്യമായി വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് കൂടി എന്ത് വന്നു? ഇപ്പോൾ ഈ ഇത്താക്കാത്തും അതുപോലെ സ്പോൺസറുടെ കീഴിലെ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമം കർശനമായി പാലിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിന് കാരണക്കാരായ മറ്റു ചില കുറ്റവാളികളായ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നല്ല നിലയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇവിടെ ഇപ്പോൾ നേരത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, അക്രമികളായ ചില ആളുകൾ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം നിരപരാധികളായ ആളുകൾക്ക് പോലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അഫതുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളിലുള്ള വിവരദോഷികളായ അക്രമികളായ വിഡ്ഢികളായ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാരണം ഞങ്ങളെ മൊത്തത്തിൽ നശിപ്പിക്കുകയാണോ, അഥവാ ഞങ്ങളെ മൊത്തത്തിൽ അതിന്റെ ശിക്ഷ ബാധിക്കുകയാണോ എന്ന് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച ആ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാർത്ഥന നമുക്ക് പരിചയമുണ്ട്. അല്ലാഹുമ്മ ലാ തുഹ്ലിക്നാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിവരദോഷികളായ ആളുകൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങളെ മൊത്തത്തിൽ നശിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവുകയുള്ളൂ. നമ്മളിൽപ്പെട്ട ചില ആളുകൾ ചെയ്ത ചില മോശമായ പ്രവർത്തനത്തിന്റെ പരിണിതി കണക്കാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിലെ ഏറ്റവും മുഖ്യമായ ഒരു വിഷയമാണെന്ന് ഞാൻ ഈ പറഞ്ഞ മദ്യ നിർമ്മാണവും മദ്യ കച്ചവടവും അതുപോലെ തന്നെ മദ്യപാനവും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് സാമ്പത്തിക രംഗത്ത് നമ്മുടെ ചില ആളുകൾ നടത്തിയിട്ടുള്ള ചില മോശമായ സമീപനങ്ങൾ. അത് ഇപ്പൊ നമ്മൾ പറയുന്ന ചുവപ്പ്, പച്ച, മഞ്ഞ എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ സ്പോൺസർമാരുടെ അവസ്ഥയാണ്. ചില ഇതുപോലുള്ള ആളുകൾ സ്പോൺസർമാരെ ചുവപ്പിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ പച്ച പിടിപ്പിക്കുകയോ ചെയ്യാതെ വെളുപ്പിച്ചു പോയ ചില ആളുകളുണ്ട്. ചില സ്പോൺസർമാരെ വെളുപ്പിച്ചു പോയ ചില ആളുകളുണ്ട്. എത്രയെത്ര നല്ല നല്ല സ്ഥാപനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും അതിന്റെ മുഴുവൻ കൈകാര്യ കർത്തൃത്വവും നമ്മുടേതായ ചില ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ആ സ്ഥാപനങ്ങൾ വെളുപ്പിച്ച് പൂട്ടിപ്പിച്ച് പോയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇതിനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ് ഇവരെന്ന് പറഞ്ഞത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സൗദികളായിരിക്കണം. അങ്ങനെ നിയമപ്പെടുമ്പോണ്ടായിരുന്നു കാഷ്യർ ആയിട്ടിരിക്കേണ്ടത് സൗദികളായിരിക്കണം എന്ന നിയമം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത്തരം ഒരു നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുണ്ടായ കാരണം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദേശികളായ ആളുകൾ പലരും സാമ്പത്തിക രംഗത്ത് ഒരുപാട് അക്രമങ്ങൾ കാണിച്ചു, ഒരുപാട് അഴിമതികൾ കാണിച്ചു. അതിന്റെ ഫലമായിക്കൊണ്ടാണ് അത്തരം ഒരു നിയമം കൊണ്ടുവരാനുണ്ടായത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ വിസ കച്ചവടം ഈ രംഗത്തുണ്ടായ ഏറ്റവും വലിയൊരു വിഷയമാണത്. ഇപ്പോഴും നമ്മുടെ ആളുകൾ ഒരുപാട് നിലയ്ക്ക് ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മളിൽപ്പെട്ട ചില ആളുകൾ തന്നെ സൗദികളിൽ നിന്ന് നേരത്തെയൊക്കെ ഫ്രീ ആയിട്ട് നൽകിയിരുന്ന വിസ, ഒരു നയാ പൈസ പോലും നമ്മുടെ ആളുകളിൽ നിന്ന് മേടിക്കാതെ നീ എനിക്ക് നല്ലൊരാളെ കൊണ്ടുതരണം എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകളോട് വന്ന് വിസ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറി ഒരാൾക്കൊരാൾ ഫ്രീ ആയിട്ട് വിസ കൊടുക്കുന്നുണ്ട് എന്ന് അപ്പുറത്തുള്ള മലയാളി അറിഞ്ഞാൽ അവന്റെ അടുത്ത് പോവാണ്. നീ എന്തിനാ അവർക്ക് ഫ്രീ ആയി കൊടുക്കണം, ഞാൻ നിനക്ക് 1000 തരാം. പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ 1000 കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞു എന്ന് മറ്റേ മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞാൽ മറ്റോ പോയിട്ട് പറഞ്ഞാൽ 2000 തരാം. അത് അതിന്റെ വേറൊരാൾ 3000 തരാം. അങ്ങനെ കൂട്ടി 10, 12, 13, 14 ഒക്കെ ആയിരങ്ങളായി അതിന് വില പറഞ്ഞ് അതിന് വില കൂട്ടി ചോദിച്ച്
അങ്ങനെ ഒരു വിസ കച്ചവടം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാന ഉത്തരവാദികൾ ആരാണ്? നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ സൗദിയുടെ വിസക്ക് പൈസ ചോദിക്കാനുള്ളത്. ആരാണ് ഈ വിസക്ക് പൈസ ചോദിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുത്തത്? ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ചില വിഷയങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് വിലയിരുത്താതെ നമ്മൾ ഉപരിപ്ലവകരമായ ചില കാര്യങ്ങൾ മാത്രം ആലോചിച്ചിരുന്നിട്ട് ആ നിലക്ക് ആ വിഷയങ്ങൾ സമീപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ വിഷയത്തിന് ഇവിടെ പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മളിവിടെ കുറച്ച് ആളുകൾ ഈ കാര്യം ചർച്ച ചെയ്താൽ ഇതൊക്കെ തീരുമെന്നുള്ള ഒരു ബോധ്യമായ വിശ്വാസം എനിക്കില്ല. പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ ചില വസ്തുതകൾ മനസ്സിലാക്കി നമുക്ക് അറിയാവുന്ന ആളുകളിലേക്കെങ്കിലും നാം ഈ വിഷയങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും പരിഹാരം ഉണ്ടായില്ലെങ്കിലും നമുക്ക് പറ്റിപ്പോയ ഈ അബദ്ധത്തിന്റെ കാരണങ്ങൾ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത്രയും ഗുണം ചെയ്യുമല്ലോ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വിസ കച്ചവടം, അതുപോലെ തന്നെ ഫ്രീ വിസ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഫ്രീ വിസ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ്, സൗദികൾ ഉണ്ടാക്കിയതല്ല. സൗദി ഇവിടുത്തെ പൗരന്മാരെ ഉണ്ടാക്കിയതല്ല. ഫ്രീ വിസ എന്ന് പറയുന്ന ഈ ഒരു അങ്ങനെ വിസയില്ല യഥാർത്ഥത്തിൽ. നമുക്കറിയാമല്ലോ, അങ്ങനെ വിസ എന്ന് പറയുന്നില്ല. നാട്ടിൽ നിൽക്കുന്ന ആളുകൾ വിചാരം എന്താണ്? എഗ്രിമെന്റ് വിസ, ഫ്രീ വിസ എന്ന് പറഞ്ഞ രണ്ട് വിസയുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവം തന്നെ ഇല്ല. യഥാർത്ഥത്തിലൊക്കെ എന്താണ്, നമ്മുടെ ശമ്പളം, കൃത്യമായ ശമ്പളം തരുന്ന ഒരു എഗ്രിമെന്റോട് കൂടെയുള്ള വിസ എന്ന് പറയുന്ന സമ്പ്രദായമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആളുകൾ ചില നല്ലവരായ സൗദികളുടെ നല്ല മനസ്സിനെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് വലിയൊരു വിപത്തായി നമുക്ക് തന്നെ ബാധിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഒരുപാട് ഒരുപാട് അഴിമതികൾ നടക്കുന്ന ഒരു മേഖലയാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ ഫ്രീ വിസയും അതുപോലെ തന്നെ പൈസ കൊടുത്ത് വിസ മേടിക്കുകയും എന്നിട്ട് വലിയ ഓഫർ നൽകിയിട്ട് ആളുകളെ കൊണ്ടുവരികയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില വിസ കച്ചവടക്കാരായ ആളുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ അടുക്കൽ ഒരു മലയാളി എനിക്ക് ഒരു ലേബർ കോർട്ടിലേക്ക് ഒരു കംപ്ലൈന്റ് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അയാളുടെ വിസ പിന്നെ ഹൗസ് ഡ്രൈവർ വിസയാണ്. അയാൾക്ക് വിസ കൊടുത്ത മറ്റൊരു മലയാളി അയാളോട് പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1800 റിയാൽ ശമ്പളം കിട്ടുന്ന ഹൗസ് ഡ്രൈവറായിട്ട്. ജോലിയുടെ വിസ, അത് ഒരു സൗദിയുടെ വീട്ടില് ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവന്ന മലയാളി അയാളോട് പറഞ്ഞത് നിങ്ങൾക്ക് 1800 റിയാൽ ശമ്പളം കിട്ടുന്നതാണ്. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 1800 റിയാൽ ശമ്പളം കൊടുക്കുന്ന 10-15 വർഷം പഴക്കമുള്ള ഒരു അസ്ബർ പോലും പ്രത്യേകിച്ച് നെജ്റാനിൽ ഉണ്ടാകും. നെജ്റാനിൽ സൗദി അറേബ്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം. സാധാരണ നിലക്ക് വന്ന അന്ന് മുതൽക്ക് തന്നെ 1800 റിയാൽ ശമ്പളം കൊടുക്കുന്ന ഒരു ഹൗസ് ഡ്രൈവറുടെ പറയാൻ കഴിയും. പക്ഷെ അത് വിശ്വസിച്ച് അയാൾ നാട്ടിൽ നിന്ന് കയറി വന്നു. ഇവിടെ വന്നു നോക്കുമ്പോ അയാൾ പറഞ്ഞത് 800 റിയാലാണ്. ഞാൻ പറഞ്ഞത് 800 റിയാൽ ശമ്പളം എന്നാണ്. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിപ്പോ സാധാരണ ഇവിടുത്തെ നെജ്റാനിന്റെ അവസ്ഥ നമുക്ക് എടുത്തു നോക്കിയാൽ 800 റിയാലൊക്കെ തന്നെയാണ് ഒരു പുതിയ ഒരു ഡ്രൈവർക്ക് ആരും കൊടുക്കുന്നുള്ളൂ. അപ്പോ ആരോ പറഞ്ഞ് പറ്റിച്ച് അയാൾ ഇവിടെ വന്നു. എഗ്രിമെന്റ് ഇല്ല, പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവസാനം പിന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഹൗസ് ഡ്രൈവർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലേബർ കോർട്ടിൽ പോയ ആളുടെ പരാതി തന്നെ സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, 1800 ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചിരിച്ചു പോകും. കാരണം ഇവരെന്താണ് ഈ പറയുന്ന 1800 ശമ്പളം കൊടുക്കുക? ഇവിടെ അതിനേക്കാൾ ഉയർന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും, പുതുതായി വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും 1800 റിയാലൊന്നും ഇവിടെ ഒരു സ്ഥലത്തും കൊടുക്കുന്നുണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത്, ഇതുപോലെ കള്ള വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആരാണ്? നമ്മുടെ ആളുകളാണ്. ഒരിക്കലും ഒരു സൗദി ഞാൻ 1800 റിയാൽ ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വിസ ഹൗസ് ഡ്രൈവറുടെ വിസ ആർക്കും കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ നമ്മുടെ ആളുകൾ ചെയ്ത് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ, ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടായിത്തീർന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത്
തിരിച്ചറിയാത്തതിന്റെ പേരിലാണ് നമുക്ക് ഇന്ന് വന്നു ഭവിച്ചിട്ടുള്ള ഈ പുതിയ നിയമങ്ങളും ഈ കർശനമായ നിയമങ്ങളും ഈ ചെക്കിങ്ങുകളും ഈ പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് വ്യാജമായി അക്കാമ അടിച്ചു കൊടുക്കുന്ന ആളുകൾ, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, സാധന സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും മറ്റ് നമുക്ക് എന്തൊക്കെ വേണമോ, ഏത് ഡിഗ്രി വേണം, ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആവണോ, ടെക്നീഷ്യൻ ആവണോ, ഏത് 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ എംഎയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സീലുകളും അതിനുള്ള സ്റ്റാമ്പുകളും അതിനുള്ള മുദ്രക്കടലാസുകളും എല്ലാം റെഡിയാണ്. പൈസ കൊടുത്താൽ എല്ലാം നമുക്ക് കൃത്യമായി ലഭിക്കുന്ന ഒരവസ്ഥ. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ആളുകൾ. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാല് കൂടുതലും ആ രംഗത്ത് മലയാളികളായ ആളുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അക്കാമ ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകണോ, പാസ്പോർട്ട് ഇല്ലാതെ നാട്ടിലേക്ക് പോകണോ, റീ എൻട്രി ഒന്നും അടിക്കാൻ നാട്ടിലേക്ക് കയറി പോകണോ, എല്ലാം റെഡിയാകുന്ന, എല്ലാത്തിനും സന്നദ്ധരായി നമ്മുടെ പിന്നാലെ കൂടുന്ന ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്തെ ഗവൺമെന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അറിയുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെതിരെ അവർ ചില നിയമ നടപടികൾ സ്വീകരിച്ചു. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. ഈ രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാകണം. ഇവിടത്തെ അഴിമതികൾ മാറ്റി നിർത്തണം. പ്രത്യേകിച്ച് വിദേശികളായ ആളുകൾ വന്നിട്ട് ഈ നാട്ടുകാരായ ആളുകളെ പോലെ നശിപ്പിക്കുകയാണ്. അവർക്ക് കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് സഹായകമായ നിലപാട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൈക്കൂലി എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ നമ്മുടെ ആളുകളാണ് ഇവർക്ക്. നമ്മുടെ ആളുകൾ ഞാൻ പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല, വിദേശികൾ എന്ന ആ ഒരു കാഴ്ചപ്പാടുടെയാണ് നമ്മളെന്ന് പറയുന്നത്. ആ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ആളുകളാണ് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നിതാക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഒന്ന് കൂടുതലായി നമ്മുടെ ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ വേറൊരു വശമുണ്ട്. ഇവിടുത്തെ ഫിലിപ്പൈനുകളായ ആളുകളുണ്ടല്ലോ, നിങ്ങൾ നോക്കി അവര് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവം. ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ 1000-1 എന്നൊക്കെ പറയേണ്ടി വരും. അത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അവരെ സംബന്ധിച്ചോളം ഈ നിതാക്കാത്ത് ബാധിച്ചിട്ട് ഈ ചുവപ്പും പച്ചൊക്കെ ചിലപ്പോ കഫീലന്മാരങ്ങനെ ആയതുകൊണ്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ അക്കാമ നിയമം ലംഘിച്ചുകൊണ്ട് ആ സ്പോൺസറിന്റെ കീഴിലാണ് ജോലി ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനല്ലാത്ത അവരുടെ അക്കാമയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലാത്ത മറ്റൊരു ജോലി ചെയ്യുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അവര് എഞ്ചിനീയർ ആണെങ്കിൽ അയാളുടെ അക്കാമയിൽ എഞ്ചിനീയർ ആയിരിക്കും. ഒരു ക്ലീനർ ആണെങ്കിൽ അയാളുടെ അക്കാമയിൽ ക്ലീനർ ആയിരിക്കും. അല്ലാത്ത ആളുകൾ വളരെ അപൂർവമായിട്ട് 1-2 അത് അവർ ബോധപൂർവം ബന്ധപ്പെട്ടവരായിരിക്കില്ല. നമ്മളങ്ങനെ നമുക്കെന്താണ്, നമുക്ക് ഇവിടെ എന്ത് ജോലിയാണെങ്കിലും ഹൗസ് ലേബർ റിസൾട്ട് വന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. ഹൗസ് ലേബർ റിസൾട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ആംബുലൻസ് ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ മോന്തിസ് ആയാലും വേണ്ടില്ല, അവിടെ പോയിട്ട് ഈ പണി എടുക്കാൻ അറിയോ ഇല്ലേ, അല്ലെങ്കിൽ നമ്മളോട് അവിടെ പോയാൽ ഇന്ന പണിയാണ്. ഇപ്പൊ മേശന്റെ പണി എടുക്കണം എന്ന് പറഞ്ഞാലും ഒരു കൈക്കോട്ട് നടക്കാൻ പോലും അറിയാത്ത ആളുകൾ കേരളത്തിൽ വരും. അത് സൗദി അറേബ്യയിൽ അവിടെ പോയാൽ അവർക്ക് പറ്റും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലങ്ങോട്ട് കുടികൊള്ളുകയും എന്നിട്ട് എങ്ങനെ ആയാലും വേണ്ടില്ല വിസ എടുക്കണം, ഗൾഫിലേക്ക് വരണം, അവിടെ പോയാൽ ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുകയും എന്ത് പറഞ്ഞാലും 10,000 കിട്ടുന്ന ഒരാൾ അത് വിശ്വസിക്കും, 500 കിട്ടുന്ന ഒരാൾ അത് മതിയെന്ന് പറഞ്ഞ് കയറി പോരാൻ തയ്യാറാണ്. അവിടെ പോയാൽ എന്ത് പണിയെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും അതിനും കയറി പോരാൻ തയ്യാറാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കാണുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടായി തീരും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിന്റെയൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടായ ഇതുപോലുള്ള ഒരുപാട് വീഴ്ചകളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം. അല്ലാതെ നമ്മളിതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മൾ സ്വയം നന്നാവാൻ നമ്മൾ പ്രവർത്തിച്ചതിന്റെ അനുഭവം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല.
നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിൽപ്പെട്ട ചില ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം. അത് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നു വിട്ടുപോയി, ഇവിടെ എത്തിച്ചേർന്നു പോയി. പക്ഷെ ഇനി വരുന്ന ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം ഉണ്ടാക്കി തീർക്കണം. അതുപോലെ തന്നെ ഇത്തരം വിസക്കച്ചവടവുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മുടെ ആ പ്രവർത്തനത്തിൽ നിന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങളൊക്കെയാണ് ഈ അവസ്ഥ ഇവിടെ ഉണ്ടാക്കി തീർത്തത്. അതുപോലെ തന്നെ മദ്യവും മറ്റുമായി ബന്ധപ്പെട്ട, അതുപോലെ പലിശ വളരെ വലിയൊരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ജീവിക്കുന്നത് എന്താ ജോലി എടുത്തിട്ടാണോ? അല്ല, പലിശക്ക് കൊടുത്തിട്ട് മാത്രം ജോലികൾ ഒഴിവാക്കിയിട്ട് ആ മേഖലയിൽ മാത്രം പ്രവർത്തിച്ച് അതൊരു വരുമാനമായി, അതൊരു ജോലിയായി, അതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങനത്തെ ഒരുപാട് മേഖലകളിൽ ഒരുപാട് അഴിമതികളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളെ അതിന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ വിഷയം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താനുള്ള കാരണം, നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ അതിന്റെ ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ വെറുതെ കുറെ അതും പറഞ്ഞു തന്നിട്ട് യാതൊരു കാര്യമില്ല. അത് ഒരിക്കലും പ്രശ്നത്തിനുള്ള പരിഹാരമാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ. അതിനുള്ള പരിഹാരം എന്താ ചോദിച്ചാൽ ഇതൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നോ അത്ര നമുക്ക് നല്ലത്. അത് എല്ലാവരും ആ കാര്യം തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിത്തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുന്നത്തും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് തിരിച്ചു പോകാൻ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു, നമ്മുടെ വഖഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട